ആനയെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാനന്തവാടിയിൽ സബ് കളക്ടർ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറിക്കൊണ്ടിപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിടണം എന്നുള്ള ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. കിഷോർ തോമസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കിഷോർ, ഇതിപ്പോൾ എവിടെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്? കിഷോർ, നമ്മളിവിടെ പടമല ഈ അപകടം നടന്ന ഈ മരണം നടന്ന വീടിൻ്റെ താഴെ ഭാഗത്തുള്ള ചാലിക്കത്ത കോളനിയിൽ നിന്ന് നമ്മൾ ഈ കോളനിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ കുന്നിൻ മുകൾ ചാലിക്കം എന്ന പേരുള്ള കുന്നിൻ മുകളിലാണ് ആനയെ നമ്മളിവിടെ ആളുകൾ കണ്ടിട്ടുള്ളത്. ചാലിക്കത്ത കോളനിയിലെ ആളുകളാണ് ഈ ആനയെ ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വിഷ്വലിൽ കാണുന്നത് പോലെ കുറേ അകലെ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറം ഈ മലമുകളിൽ ചാലിക്കം മലമുകളിലാണ് നമ്മൾ ആനയെ കണ്ടിട്ടുള്ളത്, ഈ കൊലയാളി ആനയെ കണ്ടിട്ടുള്ളത്. അവിടേക്ക് എത്തിപ്പെടുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അവിടെ വെച്ച് മയക്കുവെടി വെക്കുക എന്നതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം, മയക്കുവെടി വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ചാലിക്കം കുന്നിൻ മുകളിൽ നമുക്ക് ആനയെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞു. ചാലിക്കത്ത കോളനിയിൽ നിന്നും നോക്കുമ്പോഴാണ് കുന്നിൻ മുകളിൽ നമുക്ക് കൃത്യമായി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണോ അതോ അവിടെയുള്ള പ്രദേശവാസികളാണോ ആനയെ കാണിച്ചതെന്ന്, അതോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടോ അവിടെ? ഈ പ്രദേശവാസികളാണ്, ചാലിക്കത്ത കോളനിയിലുള്ള ആളുകളാണ് നമുക്ക് ആനയെ ഈ പ്രദേശത്തുണ്ട് എന്ന രീതിയിൽ കാണിച്ചു തന്നത്. പക്ഷേ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ കൃത്യമായി ആനയ്ക്ക് അരികിലെത്താനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് കൃത്യമായി അവിടെ എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ എത്തുക എന്നത് ഒരല്പം ശ്രമകരമായ കാര്യമായതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ പറയുന്ന വനംവകുപ്പിൻ്റെ ആളുകൾ പോയിട്ടുണ്ട്, ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, കിഷോറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. നേരത്തെ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്തിന് തൊട്ടടുത്ത് ആന ഇപ്പോഴും ഉണ്ട്, ഒരു മലമുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. നേരത്തെ അജീഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുള്ളുവേലി തകർത്തുകൊണ്ടാണ് ആന അവിടെ നിന്ന് പോയത്. തൊട്ടപ്പുറത്തെ മലയിലേക്കായിരുന്നു. അവിടുത്തെ പ്രദേശവാസികളാണ് അതിനെക്കുറിച്ചുള്ള വിവരം ഇപ്പോൾ നൽകിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് നീങ്ങുന്നു എന്നാണ് കിഷോർ തോമസ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറുഭാഗത്ത് നമ്മൾ മാനന്തവാടിയിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു. സബ് കളക്ടർ ഓഫീസിലേക്ക് തള്ളിക്കയറി നാട്ടുകാരുടെ പ്രതിഷേധം. ആനയെ തുരത്താൻ നടപടി വേണം, വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം മറുഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്.